ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജു വേഴ്സസ് PSC. കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട്. അപ്പം ഈ വീക്കിലെ കറണ്ട് അഫെയർസ് നോക്കാം. നഗരനയം രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളം. സംസ്ഥാനത്തെ ആദ്യ ഫൈബർ ഗ്ലാസ് തൂക്കുവേലി നിർമ്മിക്കുന്നത് നിലമ്പൂർ കനോലി ഇക്കോ ടൂറിസം പാർക്കിൽ. 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ ടെസി തോമസ്, മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടും. 2026 ബാഫ്റ്റ പുരസ്കാരത്തിന് ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിൽ നാമനിർദ്ദേശം ലഭിച്ച മണിപ്പൂരി ചിത്രം ബൂം. മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് അരുന്ധതി റോയ്. പുസ്തകം മദർ മേരി കംസ് ടു മീ. 2026 അടിമത്തം നിയമം വിധേയമാക്കിയ രാജ്യം അഫ്ഗാനിസ്ഥാൻ. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കാനായി ആരംഭിച്ച പുതിയ ബ്രാൻഡ് കെ ഇനം കുടുംബശ്രീ ഇനം. 77ാം റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിൽ 3ാം സ്ഥാനം നേടിയത് കേരളം. പ്രമേയം കൊച്ചി വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും. ഇന്ത്യൻ പത്രദിനം ജനുവരി 29. 2026 സീസൺ മുതൽ ഐ ലീഗിൻ്റെ പുതിയ പേര് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നറിയപ്പെടും, IFL. മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ മെഫഡ്രോൺ നിർമ്മാണ ലാബ് തകർക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് നടത്തിയ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഓപ്പറേഷൻ സഹ്യാദ്രി ചെക്ക്മേറ്റ്. ഇതൊരു സിന്തറ്റിക് ഡ്രഗാണ് മെഫഡ്രോൺ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പുതുതായി റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയവ: പാട്ന പക്ഷി സങ്കേതം ഉത്തർപ്രദേശ്, ചരി ദണ്ഡ് ഗുജറാത്ത്. 2026 ജനുവരി പ്രകാരം ഇന്ത്യയിലെ റംസാർ സൈറ്റുകൾ 98. ഏറ്റവും കൂടുതൽ സൈറ്റുകൾ ഉള്ളത് തമിഴ്നാട്ടിൽ. 38ാം കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കൊച്ചി. ആർത്തവ ശുചിത്വം ഭരണഘടനയുടെ 21ാം വകുപ്പ് പ്രകാരം ജീവിക്കാനും സ്വകാര്യത സൂക്ഷിക്കുവാനുമുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമെന്ന് സുപ്രീം കോടതി. കേസ് നെയിം ഡോക്ടർ ജയ ഠാക്കൂർ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2024. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച് മേഘാലയയിലെ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജസ്. ഈ ജീവനുള്ള വേരുപാലങ്ങളെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മേഘാലയ സ്വദേശിയായ ഹേലി വാറിന് രാജ്യം 2026 ജനുവരിയിൽ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. സാമ്പത്തിക സ്ഥിതി നോക്കാതെ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി പ്രധാനമന്ത്രി വയോവന്ദന പദ്ധതി. 2026 ജനുവരിയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ, യുക്രൈൻ, അമേരിക്ക ത്രിതല സമാധാന ചർച്ചകളുടെ വേദിയാകുന്ന നഗരം അബുദാബി, UAE. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ കണ്ടെത്താൻ നാസയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഒരു ഡീപ്പ് ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലിൻ്റെ പേര് എക്സോമൈനർ പ്ലസ് പ്ലസ്. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ AI അധിഷ്ഠിത ചാറ്റ്ബോട്ട് പഞ്ചം, പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ്ബോട്ട്. കഴിഞ്ഞ വീക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് സൈൻ ചെയ്തത്. കരാറിൻ്റെ വിശേഷണം മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ്. ചർച്ചകൾ പൂർത്തിയായ ദിവസം 2026 ജനുവരി 27. പ്രഖ്യാപനം ന്യൂഡൽഹിയിൽ വെച്ചാണ്. 16ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സമ്മിറ്റിലാണ്. പങ്കെടുത്ത പ്രധാന വ്യക്തികൾ: നരേന്ദ്രമോദി, ഉർസല വോൺ ഡെർ ലൈൻ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ്, അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ്. ഇത്രയാണ് കഴിഞ്ഞ വീക്കിലെ കറണ്ട് അഫെയർസ്. അപ്പം താങ്ക് യു.